എഡിസൺ എന്നോട് പറഞ്ഞ ഒരൊറ്റ ഡയലോഗുകൾ കേട്ടോ, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നീ തന്നെ അനുഭവിക്കണം, ഒരു മനുഷ്യനും വരില്ല നിന്റെ കൂടെ. നമുക്കറിയാലോ ഈ ബന്ധുക്കളെ ആൾക്കാരെയും കൊണ്ട് പോകുമ്പോഴുള്ള പ്രശ്നം, ആര് എവിടെ വാ തുറക്കും എന്നുള്ളത് നോക്കി നോക്കുമ്പം മമ്മി ഇപ്പോഴും പറയും കിലുക്കത്തിലെ രേവതി ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഡിംപിൾ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഇട്ട ഒരു വീഡിയോ ഉണ്ട്. ഇതാണ് ഇവരുടെ കല്യാണ കഥ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഡിംപിൾ അത് ക്രിസ്പായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും ഫ്രം ദി ബിഗിനിങ് ടു വെഡിങ് വരെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർത്തു. അതും കൂടെ പറയുമ്പം ഞാൻ പഴയ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയപ്പോ ഭയങ്കര ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ടാണ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ ഓർത്തു അതൊക്കെ എനിക്ക് എന്താണോ വെഡിങ് ആനിവേഴ്സറി സമയം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി കഴിയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റടിക്കുന്ന സംഭവങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എന്തെങ്കിലും ഭയങ്കര കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഡിംപിൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും രാത്രി ഓരോ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് ഞങ്ങളുടെ വെഡിങ് സ്റ്റോറി അല്ലെങ്കിൽ പെണ്ണ് കാണൽ സ്റ്റോറി ഒക്കെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു കസിൻ വഴിയാണ് നമുക്ക് ഈ ഒരു അലയൻസ് വരുന്നത്. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളത് ആദ്യം കാര്യമാക്കിയില്ല. പിന്നെ അത് പറഞ്ഞപ്പോ ആദ്യമേ അച്ഛൻ ഒരു ബിഗ് നോയാണ് പറഞ്ഞത് കേട്ടോ. അതിന്റെ ആവശ്യം എന്തായിരിക്കണേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അപ്പോ എന്നോട് ചോദിച്ചു എന്താ നോ പറയട്ടെ, വേണം എന്നോട് വേണം എന്ന് പറ എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നോ പറഞ്ഞേക്കാം അതിന്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആലോചിക്കാം, വന്നതല്ലേ ഉള്ളൂ, സമയം ഇഷ്ടം പോലെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ഈ ഒരു പ്രപ്പോസലിനെ കുറിച്ച്. അതിനു മുമ്പാണ് എനിക്ക് പല ആലോചനകളും വരുന്നതും പോകുന്നതും ഒക്കെ. ഞാൻ എപ്പോഴും പറയും നമ്മളൊക്കെ വരുന്ന ആലോചന എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടുപേര് കേട്ടിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ മഹിമ കേട്ടിട്ട് വരുന്ന ആലോചനകളാണ് കൂടുതലും. അപ്പോ ലൈസാമാന്റെ എപ്പോഴും പറയും നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വായന, നമ്മുടെ വീട്ടില്, അതായത് ലൈസാമാന്റെ വീട്ടില് പെണ്ണ് കാണാം, വീട്ടിലെ കാര്യം പിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെ പറ്റില്ല. എന്നെ പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വരുന്നുണ്ടെങ്കിൽ അത് എന്റെ വീട്ടിൽ തന്നെ എന്റെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. ഞാൻ പണ്ട് അംബാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ഞാൻ എന്താണോ അതറിയണം. ആൾക്കാർ ആലോചനയായിട്ട് ഒരു ബ്രദേഴ്സ് എല്ലാം വെൽ സെറ്റിൽഡ് അല്ലെങ്കിൽ പുറത്താണ്, ഭയങ്കര സെറ്റപ്പ് ആയിട്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് നമ്മളെ സിറ്റുവേഷൻ കാരണം ഇങ്ങനെ ആയതാണ്. സോ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ആ ഒരു അലയൻസ് ഓക്കെ പറഞ്ഞാലോ. അമ്മ പറഞ്ഞു എന്തിനാ അത് അങ്ങനെ ഇപ്പൊ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറെ ആലോചിച്ചു, എനിക്ക് എന്തുകൊണ്ടും അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. നമുക്ക് ജസ്റ്റ് സംസാരിച്ച് നോക്കാം, നമ്മളെ ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്കും കൂടെ ഓക്കെ ആവണ്ടേ എന്നിങ്ങനെ പറഞ്ഞ് നമ്മള് ഇങ്ങനെ അവരോട് നമ്മളെ കസിനോട് പറഞ്ഞപ്പം എന്നെ ഡിംപിളാണ് ആദ്യം വിളിക്കുന്നത് കേട്ടോ, എന്നെയാണ് വിളിക്കുന്നത്. ആ കസിൻ പറഞ്ഞു ആദ്യം നീ സംസാരിക്കും, നിനക്കൊരു ഓക്കെ ആയതുകൊണ്ടല്ലേ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇടപെട്ടിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഡിംപിളും അവരൊരു ഗ്യാങ് ആയിട്ട് തന്നെ വിളിക്കുകയാണ് കേട്ടോ. ഡിംപിളും മാൻസൺ ചാട്ടനും ഒക്കെ ഇരുന്ന് ആ സമയങ്ങളിൽ ഡോൺചാന്റെ ആ ഒരു സമയങ്ങളിൽ ഡോൺചാന്റെ പനക്കലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിട്ടോ പിന്നീട്. കാരണം ഡോൺചാന് ഒരു പ്രശ്നം ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ കൂട്ടിപ്പിടിച്ചത് അവരാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടുതൽ സമയം അവിടെ ആയിരുന്നു എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. സോ അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചു, ഡിവൈൻ അല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു, ഇനി എന്താവും. എന്റെ ഒരു സംസാരം എന്ന് വെച്ചാൽ ഞാൻ ഷടപടപട എന്ന് എന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക ആണ് എന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഡിംപിൾ ആണെങ്കിൽ ഞാൻ ഹലോ പറഞ്ഞു, അവിടുന്ന് ഹലോ പറഞ്ഞു, എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന പോലെ. അപ്പൊ ഞാനും ഇത് മാത്രമേ. അപ്പം ആദ്യം തൊട്ടേ അവരവരുടെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളായിരിക്കും കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഡോൺ ചേട്ടന്റെ ഇങ്ങനെയാണ്. പക്ഷെ ഞാനത് ഒരിക്കലും എനിക്ക് അപ്പോഴും വിചാരിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പില്ലാത്തൊരു സംഭവമായിരുന്നു. അവരോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു ശരി, ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു കേട്ടോ ഫോണിൽ. അപ്പോഴും ഫുൾ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഹാൻസം ബ്രോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു
ചേട്ടന്റെ സ്റ്റാൻഡ് എന്താന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ശരി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ ശരി വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറി. കുറച്ച് ദിവസങ്ങൾ പോയി, പിന്നെ എന്നെ വിളിച്ചു. അപ്പൊ അന്ന് ഡോൺ ചേട്ടനെ കൂടി സംസാരിപ്പിച്ചു കേട്ടോ. അന്ന് ഞങ്ങള് സംസാരിച്ചു. ആദ്യം ഇതിന്റെ മെയിൻ എനിക്ക് ഡിമ്പിളുടെ നമ്പർ എന്റെ കയ്യിലുള്ളൂ. സംസാരിച്ച് എല്ലാം സെറ്റാക്കി ഡോൺ ചേട്ടനെ അവിടെ കൺവിൻസ് ചെയ്തിട്ട് എന്നെ വിളിപ്പി, അല്ലെ ഡോൺ ചേട്ടനോട് സംസാരിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. അവരവരുടെ കാര്യം എന്താണോ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എന്റെ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞപ്പോ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു. അങ്ങനെയൊക്കെ പോയി. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ തന്നു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങക്ക് എന്തായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഫോണിലൂടെ തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. അപ്പൊ അവർക്കും അവരുടെ പ്രൂഫ്സ് കാണിക്കണം. ഞങ്ങളുടെ കസിൻ അപ്പ ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, പ്രൂഫ്സ് ഒക്കെ കാണിക്കണം, പേപ്പേഴ്സ് അതിന്റെ എന്തൊക്കെയാന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോ അവർ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ അതിന്റെ ഫോട്ടോസ് സംഭവം എനിക്ക് വാട്സപ്പ് ചെയ്ത് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണിച്ചു കൊടുത്തപ്പോ ഓക്കെ, എല്ലാവർക്കും അതൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ അപ്പോഴും എന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം ഞാൻ പോയി പറഞ്ഞത് എഡിസനോടും സ്നേഹയോടും ആണ്. പിന്നെ അമ്മ ലൈസാമ്മ ആന്റിയോടും അതുപോലെ അപ്പയോടും ആന്റിയോടും ഒക്കെ പറഞ്ഞു. അവർക്കും നോ ഒന്നുമില്ല, എസ് ഒന്നും ഇല്ലാത്തൊരു രണ്ട് കൂട്ടര് അവര് മാത്രമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു സീരിയസ്നെസ് എടുക്കുന്നൊക്കെ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് സത്യം എന്റെ സൈഡ്. അങ്ങനെ ഇവർക്ക് എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, നമുക്ക് അതൊന്ന് സെറ്റാക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ സെറ്റാക്കാൻ വരട്ടെ, എന്റെ വീട്ടിൽ വരണം. ഞാൻ എന്താണോ എന്റെ സാഹചര്യം എന്താന്നുള്ളത് നിങ്ങൾ അറിയണം. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോ അന്വേഷിക്കുമ്പോ അവരങ്ങനെയാ അവരെങ്ങനെയാ, അങ്ങനെയല്ല. ഇവിടെ വന്ന് ഞാൻ ഇപ്പൊ എന്താണോ എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഡിവൈൻ ഓക്കെ ഞങ്ങളിങ്ങനെ കണ്ടു, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു, അങ്ങനെയാണ് ഇങ്ങനെ, അങ്ങനെയല്ല. ഇപ്പോ ഡിവൈൻ എന്താണോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ PCOD കഥ കേട്ടോ പറയാം. അങ്ങനെ അവരൊരു ദിവസം വരികയാണ്. സംഭവം ഇതിനു മുമ്പ് പല പെണ്ണുകാണലും നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ അന്നൊക്കെ ഒരുങ്ങി സെറ്റപ്പായിട്ടാണ് നിന്നത്. പക്ഷെ ഇവര് വന്നപ്പോ എനിക്ക് ശരിക്കും ഒരു പെണ്ണുകാണലായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വീട്ടിലിടുന്ന ഒരു പൈജാമ സെറ്റുമായിട്ടാണ് നിന്നത്. ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു, വന്നു. അപ്പൊ നമ്മൾ ശരിക്കും ഏറ്റുമാനൂരിൽ നിന്ന് തിരിഞ്ഞാണ് വരേണ്ടത്. ഇവര് കോട്ടയൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് വരുന്നത്. നമ്മുടെ മണ്ടാടുകാർക്ക് അറിയാം, മൈരാറ്റട വഴിയൊക്കെയാണ് അവര് വരുന്നത്. അപ്പൊ അങ്ങനെ അവര് വന്നു. ഒരു ദിവസം രാവിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനെ അപ്പോഴത്തേനും ഞാൻ കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിനക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ. എഡിസൺ എന്നോട് പറഞ്ഞ ഒരൊറ്റ ഡയലോഗുകൾ കേട്ടോ, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നീ തന്നെ അനുഭവിക്കണം, ഒരു മനുഷ്യനും വരില്ല നിന്റെ കൂടെ. ഇപ്പൊ നിന്റെ കല്യാണത്തിന് കൂടെ നിൽക്കാമെന്നുള്ളൂ, കാരണം നിനക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കല്യാണത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശരി. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് സത്യം പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് ഞെട്ടി. സംഭവം ഞാൻ വീട്ടിലിടുന്ന പൈജാമ സെറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനു മുമ്പ് ഞങ്ങള് ഒരു പ്രാവശ്യം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ചെന്നൈക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ പോവാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഒരു ദിവസം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നാളെ ചെന്നൈക്ക് പോവാണ്. അപ്പൊ പറഞ്ഞു അപ്പൊ ഞങ്ങള് നേരിട്ട് അതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഈ ഫോൺ വിളിച്ചുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഡിമ്പിള് വിളിക്കും, സംസാരിക്കും. 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെന്നൈക്ക് പോകാൻ സമയമായിട്ട് ചേച്ചിയുടെ അടുത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചെന്നൈക്ക് പോവാണ്, ഇനി വന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു 2 വീക്സിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡിമ്പിൾ ഉടനെ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു തന്നു. പക്ഷെ ഡിമ്പിള് പനിക്കലാണ്. ഡോൺ ചേട്ടൻ എന്തോ ആവശ്യത്തിന് തൃശ്ശൂരും വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് 3 പേരും എന്നെ കാണാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഞാൻ കോട്ടയത്തുനിന്ന് കേറുമ്പോ തൊട്ട് എന്റെ അടുത്ത് ചങ്കിടിപ്പാണ്. എന്താവും, കാരണം നമ്മൾ ഒറ്റയ്ക്കാണ്. രാത്രി എനിക്കൊന്നൊരു 7:30-8 ആവും. നമ്മൾ ചെന്നൈ മെയിലാണ് കേട്ടോ ഞാൻ കയറിയത്. ഒരു 7:30-8 ആവുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തുക. ഒറ്റയ്ക്കാണ്. വേറൊരാളുണ്ടെങ്കിലും ഒരു ആത്മബലത്തിൽ ഞാൻ നിന്നേനെ. എന്നാലും കുഴപ്പമില്ല, എന്തായാലും കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ സ്റ്റേഷൻ എത്താറാകുമ്പോ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം സ്റ്റേഷനിൽ 2 മിനിറ്റ് എങ്ങാണ്ട് നിർത്തുള്ളൂ എന്ന് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോ കണ്ടു. അപ്പോ ശരിക്കും ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നവര് റെഡി ആയിട്ട് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ പോയി ഡോറിന്റെ അവിടെ നിന്നു. കാരണം
പോവാ, ഇറങ്ങട്ടെ, ഹായ് പറയാ, വരിക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ എയിം എന്ന് പറയുന്നത്. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരെ ഞാൻ കണ്ടു. അപ്പൊ ഇവരെന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ സ്ലോ ചെയ്ത് വന്നപ്പം ഇവർക്ക് എന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ആ ഓടുന്ന ഒരു സ്ലോ മൂവ്മെന്റ്, ആ മൂവില് തന്നെ ഞാൻ ഇറങ്ങി. അവര് പേടിച്ചുപോയി. നമുക്കിത് നിത്യതൊഴിൽ അഭ്യാസമായിരുന്നു. എറണാകുളത്ത് പോയി വന്ന് അതൊരു നിത്യതൊഴിൽ അഭ്യാസമായി. അപ്പൊ ശരിക്കും സുഖമല്ലേ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫുഡ് വാങ്ങിച്ചു തരണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫുഡൊന്നും വാങ്ങിച്ചു തരണ്ട, ഞാൻ വാങ്ങിച്ചോണ്ട്. അങ്ങനെ ഒരു ഡോൺ ചേട്ടനെ ഞാൻ സത്യം പറഞ്ഞ ഡോൺ ചേട്ടൻ മുഖത്തോട്ട് ഞാൻ നോക്കണില്ല. ഡാഡി ഭയങ്കര കുട്ടപ്പനായിട്ട് ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത്, ഒരു ബ്ലാക്ക് ഷർട്ടും മുണ്ടും, മമ്മി ഒരു ബ്ലാക്ക് സാരി. അത് മമ്മി എപ്പോ കൊടുത്താലും എനിക്ക് ആ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഓർമ്മ വരിക. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ അവര് എന്നെ നോക്കുമ്പോ മമ്മി ഇപ്പോഴും പറയും കിലുക്കത്തിലെ രേവതി ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. ആ വർത്താനൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഓടിപ്പോയി കയറി. ഇവര് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു, ഓടിപ്പോകുന്ന ട്രെയിനിൽ ഞാൻ കയറുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പോയി. മമ്മി ശരിക്കും പേടിച്ചു കേട്ടോ. അങ്ങനെ പോയി തിരിച്ചു വന്നിട്ടാണ് ഇവര് വീട്ടിലേക്ക് വരുന്ന ഒരു സീൻ വരുന്നത്. നമ്മളെന്നാ ഇങ്ങനെ സംസാരിച്ചു. പെണ്ണ് കാണാനാണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ ഫുഡൊന്നും അറേഞ്ച് ചെയ്യില്ല. കോട്ടയത്ത് അങ്ങനെയാണ്. പെണ്ണ് കാണാൻ വരുമ്പോൾ ജസ്റ്റ് ഒരു ചായ, കാപ്പി അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം എന്തെങ്കിലും കഴിക്കാൻ ഒപ്പിക്കുക, പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞൊക്കെ വന്നപ്പം കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലെത്തി. ഞാനപ്പൊ പെണ്ണ് കാണുമ്പോൾ പറയാൻ അവര് വരുന്നുള്ളപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉറപ്പിച്ചിട്ടില്ലല്ലോ അപ്പോഴും. ഞാൻ പറഞ്ഞു നമ്മൾ മാത്രം മതി. ഇപ്പം എന്റെ സൈഡിൽ നിന്ന് എന്റെ പേരൻസ് മാത്രം മതി, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവര് മാത്രം മതി. അപ്പൊ അപ്പയും പറഞ്ഞു അതാണ് നല്ലത്. കാരണം അവരവരുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആക്കാൻ വരുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ സംഭവം അച്ഛനോട് നേരിട്ട് സംസാരിക്കാൻ വരികയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു അച്ഛൻ കൺവിൻസ്ഡ് ആയിട്ടില്ല മൊത്തത്തില്. അപ്പൊ നിങ്ങൾ വന്ന് സംസാരിച്ച് നോക്ക്. അമ്മ പറഞ്ഞപ്പോ അച്ഛന് മനസ്സിലായെങ്കിലും ഏതൊരു അപ്പനും ഉണ്ടാവുന്ന ഒരു ഇതാണ്. പിന്നെ ഞാൻ ആയിരുന്നു എന്റെ മോൾക്ക് ഈ ഒരു അവസ്ഥ, അതാണ് മെയിൻ സംഭവം കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പൊ അതിന്റെ ഒരു കുറ്റബോധം മനസ്സിലുണ്ട് കേട്ടോ, പക്ഷെ പുറത്തോ പറയത്തില്ല. അങ്ങനെ വന്ന് സംസാരിച്ച് കാര്യത്തിൽ നിന്ന് എഴുതിപ്പോയി. ഞാൻ എന്നിട്ടോ പറഞ്ഞു വന്നാണല്ലോ. ബന്ധുക്കള്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് സംഭവം ഉറപ്പിച്ചിട്ടില്ല, അവരവരുടെ കാര്യം പറയാൻ വരികയാണ്. ഞാൻ എന്റെ സാഹചര്യം അവരെ കാണിക്കാൻ അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. സോ അതിനകത്തോട്ട് വേറൊരു ഫാമിലി, ഇപ്പൊ എന്തെന്ന് പറഞ്ഞാലും വേറൊരുത്തർ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ മനസ്സിലായല്ലോ, കുറച്ച് പേരോട് ചോദിച്ചു, അത് നല്ല തീരുമാനമാണ്, നിങ്ങൾ ആദ്യം സംസാരിക്കും എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. കാരണം എങ്ങാനും ഇത് നടന്നില്ലെങ്കിൽ ഇവരുടെ ഒരു ഹിസ്റ്ററി തന്നെ നമ്മളോട് പറയുന്ന ഒരു സംഭവമാണ്. ആരെയും വഴിയൊന്ന് എന്ന് വെച്ച് നമ്മുടെ ബന്ധുക്കൾ പുറത്തു പറയുമ്പോൾ അങ്ങനെയല്ല. ഏതേലും ഒരു ദുർഘട നിമിഷത്തിൽ നമ്മുടെ വായിന്ന് പോയാൽ അത് എനിക്ക് ഇഷ്ടമില്ല. സത്യം പറയാലോ, എനിക്ക് താല്പര്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ വന്ന് സംസാരിച്ചു, സെറ്റായി എന്നുള്ളൊരു തോന്നല് എന്റെ മനസ്സിൽ വന്നു തുടങ്ങിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പോഴും അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഡിവൈൻ വരണം, സംസാരിക്കണം, പിന്നെ അവർക്കും അവരുടേതായ സൈഡ് ക്ലിയർ ചെയ്യണമെന്ന് മാത്രമാണ് വന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഇത് വരണമെന്ന് പോലും നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, അങ്ങനെയല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തത്, അല്ലെ ഞങ്ങൾ ഇങ്ങനെയല്ല അറിഞ്ഞിരുന്നെന്ന് പറയുമ്പോൾ എനിക്കത് പേഴ്സണലി അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഞാൻ ഇന്നയാളുടെ ബന്ധുവാന്ന് പറയുമ്പോ അപ്പൊ അവര് നല്ല ഒരു ഇതിലായിരിക്കും അല്ലെ, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ എനിക്കത് ഭയങ്കര അത് ഇവരുടെ മാത്രല്ല ഏത് ആലോചന വന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്താണോ ഉള്ളത് അത് അവർ കണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പഠിച്ചതെന്നൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോഴത്തേക്കും സെറ്റായി. സത്യം പറയാലോ, സെറ്റായി. പിന്നെ അങ്ങോട്ടുള്ളത് ഒരു കാത്തിരിപ്പിന്റെ ദിവസങ്ങളാന്ന് പറയുന്നതായിരിക്കും സത്യം. ഇതിനിടയ്ക്ക് എല്ലാം സെറ്റായി, നമ്മളിത് ഉറപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് ഇവര് മാത്രമല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇവരെ ബന്ധുക്കൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. അപ്പൊ അമ്മ പറഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒരു അപ്പീലില്ല. മീൻസ് അമ്മ പറഞ്ഞാൽ അത്രയ്ക്കും വിശ്വസനീയമാണ്, അല്ലെങ്കിൽ കള്ളത്തരമൊന്നും അല്ല എന്നാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വെപ്പം. ലീലാമ്മയല്ലേ പറഞ്ഞ, അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരിക്കും, സത്യമായിരിക്കും പറഞ്ഞ എന്ന് ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉറപ്പിക്കാൻ പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഉറപ്പിക്കാൻ പോകുമ്പോ എല്ലാരും പെറുക്കി വണ്ടിയിലിട്ടിട്ട് പോവുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ പെരുമൻചിന്നൊരു
ട്രാവലറൊക്കെ ബുക്ക് ചെയ്തു. കുമളിക്കാരെന്തായാലും വരില്ല എന്ന് തന്നെ അവർക്ക് ഇഷ്ടമേ ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞു. അത് എന്നോടുള്ള കൂടുതൽ കൊണ്ടാണ് ഞാനത് കാര്യമാക്കിയില്ല. കാരണം ഞാൻ എന്റെ കാഴ്ചപ്പാട് ശരിയാന്നുള്ളത് പിന്നീട് അവർക്ക് മനസ്സിലായി. അത് കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോ നമ്മക്കാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങള് പെരുമൻസിക്കാര് എല്ലാരും കെട്ടും കിടക്കയില്ല കേട്ടോ, എല്ലാരെയും ട്രാവലറെ ഇട്ട് ഞാൻ ആദ്യമായിട്ട് പാർലറിൽ പോയിട്ട് റെഡി ആയത് ആ ഒരു എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി റെഡി ആയത് അതാണ് കേട്ടോ. ഞാൻ രാവിലെ പോയി നമ്മുടെ ഇന്ദു ചേച്ചിയുടെ അടുത്ത്, മണ്ണാട് കവലയിലുള്ള ഇന്ദുസ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചേച്ചീനെ കൊണ്ടുപോകാൻ. പക്ഷെ ഞാനൊരു സൽവാറാണ് സിമ്പിൾ ആയിട്ട്, പക്ഷെ എനിക്ക് തോന്നി ഒന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സെറ്റ് ഒക്കെ ചെയ്ത് ഞാനും അപ്പയും ആന്റിയും കൂടെ ഇവിടുന്ന് പോവാണ് കേട്ടോ, തൃശ്ശൂർക്ക് പോവാണ്. അവര് ട്രാവലറയിൽ സെറ്റായിട്ട് വരുന്നു. എഡിസണും സ്നേഹയും കൊച്ചും വേറൊരു കാറിൽ, കാരണം സ്നേഹ ചേച്ചി വാള് വെച്ച് തരിപ്പണാക്കും. സോ അവര് വേറൊരു കാറിൽ വരുന്നു. 3 പേരും 3 ദിശയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം ഞങ്ങൾ ആദ്യം ചിലപ്പോ ഞങ്ങളെ ഇറങ്ങി എവിടെ കൂത്താട്ടുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കയറിയ കാറിലെ ബാച്ച് കഴിക്കാൻ പോണത്. ഇവര് എന്ത് ചെയ്തെന്നറിയോ, ഈ ബസ്സിൽ വന്ന പെരുമൻസി ടീം അവര് ഏറ്റുമാനൂര് കഴിഞ്ഞുള്ള ഒരു വളവിൽ തന്നെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരെ നോക്കി ഞങ്ങൾ നിൽക്കുക. അപ്പൊ പറഞ്ഞു എല്ലാരും ഞങ്ങൾ ടോളിന്റെ അവിടെ വെച്ചിട്ട്, അപ്പയ്ക്ക് ഇപ്പൊ ട്രാവൽ ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് അപ്പൊ പറഞ്ഞു ടോളുണ്ട്, പാലിയങ്കര ടോളോ അങ്ങനെ എന്തിട്ട് പറഞ്ഞു. അതിന് പാലിയങ്കര ടോള്, പാലിയങ്കരയല്ലേ, ആ ടോളിന്റെ അവിടെ കാണും, നിങ്ങൾ എല്ലാവരും അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരോടെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് മാപ്പ് ഇട്ട് നിന്നിട്ട് ആ മാപ്പിന്റെ ബലത്തിൽ ഇവരെല്ലാം എന്റെ പുറകെ വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് വന്ന് ഇവിടുന്ന് നമ്മുടെ പൂച്ചെട്ടിന്ന് കയറി ഭാരത് വിദ്യാഭവൻ ഇവിടെ വന്നപ്പം ഗൂഗിൾ ചേച്ചി ലെഫ്റ്റിലോട്ട് വഴി കാണിച്ചു. ഞാൻ ആ ഭാരത് ഭവന്റെ സ്കൂളിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറ്റിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോ കുറച്ച് ചെന്നപ്പോഴത്തേന് യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഹിയർ, എവിടെ ഇങ്ങനെ ഒരു തരസായ സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അപ്പൊ ഡോൺചാറിനെ വിളിച്ചപ്പോ അങ്ങനെ വരാൻ വഴിയില്ല, റോഡ് സൈഡാടി വീടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോൺചാറിന് ഒരു വരവാണ് മക്കളെ, താറൊക്കെ ആയിട്ടാണ് വരുന്നത്, വെട്ടിച്ച് നിർത്തി ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട്. പിന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്നത് ഡോൺചാറിനാണ് കേട്ടോ. വീട്ടില് പോയിട്ട് അവിടെ അതിനേക്കാളും വലിയ ഭീകര അന്തരീക്ഷമാണ്. എന്താന്ന് വെച്ചാല് ഞാനൊരു കൂട്ടം ആൾക്കാരെയും കൊണ്ടാണ് വരുന്നത്, എന്റെ ബന്ധുക്കളെയൊക്കെ ആദ്യമായിട്ടാണ്. ഞങ്ങള് അന്ന് 18-20 പേരുണ്ട് ബന്ധുക്കളായിട്ട് അച്ഛന്റെ വീട്ടിൽ നിന്ന് വന്നത് കേട്ടോ. അങ്ങനെ എനിക്കോ, നമുക്കറിയാലോ ഈ ബന്ധുക്കളെ ആൾക്കാരെയും കൊണ്ട് പോകുമ്പോഴുള്ള പ്രശ്നം, ആര് എവിടെ വാ തുറക്കും എന്നുള്ളത് നോക്കി ആ ഒരു ഫംഗ്ഷൻ ഫുൾ ഞാൻ ഡോൺ ചേട്ടനും എഡിസൺ ചേട്ടന്റെയും സ്നേഹയുടെയും കൂടെ ഒരു മൂലയ്ക്ക് ഞങ്ങളൊരു കേക്ക് കട്ടിങ് കോർണറില്ലേ, ആ കോർണറിൽ കസേരയിൽ ഇരിക്കും. ഇവിടെ ഇവരെ ഫുൾ സെറ്റപ്പ് കസേരനടക്കം ഡ്രസ്സ് ഇടിപ്പിച്ച് ഇരുത്തിയേക്കാണ് കേട്ടോ. ഇവിടെ അവര് 5 പേരും ചേട്ടന്മാര് നമ്മുടെ ജിജോ, റിജോ, ജോമോൻ, അവര് 3 പേരും ഉണ്ട്. ചേട്ടന്മാർക്ക് ആദ്യമേ എന്നെ കണ്ടപ്പോ ഇഷ്ടമായില്ല, കാരണം ഞാൻ മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ആരെയും കണ്ട് ചിരിക്കുന്നില്ല. എന്റെ മനസ്സിലൊരു ടൈറ്റാനിക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാരും കൂടെ കൂടുമ്പോ പല പല ചോദ്യം, കാരണം നമ്മളാണ് ഇത് ഫുൾ കേട്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാം അവരോടും പറയാനും പറ്റില്ല. പക്ഷെ എനിക്ക് ട്രസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവരെ ട്രസ്റ്റ് ഇല്ലെന്നല്ല ഉദ്ദേശിച്ച, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ സ്ഥാനത്ത് ചോദിക്കുന്ന, ചിലപ്പോ ആദ്യം അസ്ഥാനത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്റെ അച്ഛനായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു മിടുക്ക് എന്റെ അപ്പനുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജീവൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവര് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ, നമ്മൾ ഉറപ്പിക്കാൻ വരുന്നത്. അപ്പൊ റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടുന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അളവ് മാത്രം ഞാനൊരു ജ്വല്ലറി പോയിട്ട് എടുത്തിട്ട് പറഞ്ഞപ്പോ ഞാൻ എന്റേത് അവിടെ എടുത്തോളാം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല, ഒരേപോലെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡോൺ ചേട്ടന് ഇഷ്ടത്തിന് പോയിട്ട്, പക്ഷെ ഇഷ്ടത്തിന് വെച്ചാൽ 2-3 ഡോൺ ചേട്ടന് ഒരു പാറ്റേൺ എടുത്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യാണ് ചെയ്ത കേട്ടോ. ഇതിന്റെ അകത്താണ് പേര് വരുന്നത്. എന്ത് ദൈവമേ, ഡോൺ മാഞ്ഞു പോയാ. ഡോൺ, ഇതിനകത്ത് ഡോൺ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ ആ വീഡിയോസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഓൾറെഡി നമ്മൾ ഫിക്സേഷൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തില് സംസാരിച്ച് സെറ്റാക്കി. അപ്പോഴും അപ്പുറത്ത് ചേട്ടന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യോ ഇത് വേണോ, കുട്ടിയൊന്നും സംസാരിക്കണില്ല. അപ്പൊ മാൻസനും ഡിംപിളും പോയി പറഞ്ഞു അത്ര. അതാ കുട്ടി മിണ്ടാണ്ടിരിക്കുന്ന ടെൻഷൻ, കാരണം എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ അന്ന് ഇവിടെ ജാൻസി ചേച്ചി ഉണ്ട് കേട്ടോ, നമ്മളിവിടെ വന്നുകൊണ്ടിരുന്ന ജാൻസി ചേച്ചി ഉണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിട്ട് അപ്പൊ ചേട്ടന്മാരെല്ലാം ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മള് വർക്ക് ഏരിയ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ ഇല്ല, അവിടെയാണ് ഇരിക്കുന്നത്.
അപ്പൊ ഇവര് വേണോ വേണോ എന്ന് ചോദിച്ച ഒരു ഗ്യാപ്പിൽ മമ്മിക്കും ടെൻഷനായി. അപ്പം മമ്മിയും ഡോൺ ചേട്ടനും ആൻസനും കൂടെയാന്ന് തോന്നുന്നു എന്നെ പുറകിൽ ഇവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഉറപ്പിച്ചല്ലോ ഇനിയിപ്പൊ എന്തോ ആവാലോ. ഞാൻ സംസാരിച്ചപ്പം അവർക്കും ഇഷ്ടായി. അവര് പറഞ്ഞു നീ വർത്താനം പറഞ്ഞില്ലായിരുന്നു നിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ റിജക്ട് ചെയ്തേനെ. ഞാൻ പറഞ്ഞു എനിക്കിവിടെ ടൈറ്റാനിക്ക് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നിങ്ങളുടെ തമാശ. അങ്ങനെ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ഫ്രീഡായി, സ്ട്രെസ് മാറി, റിലാക്സേഷൻ ആയി. പിന്നെ നമ്മളെ വിളിച്ച് സംസാരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ആകെ കണ്ടിരിക്കുന്ന ഈ ഇപ്പം ആദ്യം ട്രെയിനിൽ കണ്ടു, പിന്നെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു, പിന്നെ ഉറപ്പിക്കാൻ 3 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചു എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാം. അതായത് 2 ഫാമിലീസ് മാത്രം ഒന്നിച്ചു കൂടാം എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന പോലെ ഇവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മള് വന്നു, സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഫങ്ഷൻ ഒരു ഇതുപോലെ ഒക്കേഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് അവിടുന്ന് ട്രെയിൻ കയറി വരികയാണ് കേട്ടോ. ട്രെയിൻ കയറി വന്ന് നമ്മളെ ഡോൺ ചേട്ടൻ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് പോവാൻ. ഞങ്ങൾ ചെന്നോളാന്ന് പറഞ്ഞെങ്കിലും ഡോൺ ചേട്ടൻ സമ്മതിച്ചില്ല. ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എല്ലാരും ഒന്നിച്ച് ഒരു ഫാമിലി ആയിട്ട് ഗ്യാദർ ചെയ്യുന്നത് നമ്മുടെ ബാർബിക്യൂ നേഷനിലാണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയ സ്ഥലത്താണ് കേട്ടോ. അതാണ് അവിടെ പോയ എനിക്ക് ഭയങ്കര നൊസ്റ്റുകളാണ്. കാരണം പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയങ്ങളാണ്. നമ്മള് ഒരു ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പം എന്റെ ഒരു പാർട്ട്ണറാണ്, ഇനിയിപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണെന്നുള്ളൊരു ചിന്തയിൽ പോണ ഒരു കലാപരിപാടിക്ക് പോയതാണല്ലോ. ഡോൺചേട്ടന് ഭയങ്കര ഷൈന്നാണോ മിണ്ടാൻ മടിയാണോ എന്ത് വെള്ളം പ്രാവശ്യം ഫുഡ് കണക്കിന് വിളമ്പി തരുന്നുണ്ടായിരുന്നു. അപ്പം പ്രോൺസ് കഴിക്കുക. ഞാൻ ആ സമയത്ത് അങ്ങനെ പ്രോൺസ് കഴിക്കില്ലായിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് കഴിക്കായിരുന്നു. അന്ന് എനിക്ക് എന്തോ ഒരു അത് കഴിക്കുക ഇത് കഴിക്കുക. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കത്തില്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയേട്ടോ. പിന്നെ നമ്മള് പിന്നെയും പിരിഞ്ഞു. പിന്നെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കല്യാണത്തിന്റെ ഒരു ഇതായി. അത് ഉറപ്പിക്കല് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ഗ്യാതറിങ്ങിന് മുമ്പേ ഞാൻ നമ്മുടെ പ്രീക്കാനയ്ക്ക് പോയി. ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിന്റെ അടുത്തുള്ള പ്രീക്കാന സെന്ററിൽ ഞാൻ പ്രീക്കാനയ്ക്ക് പോയി. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇപ്പോഴും ഫയലിൽ വെച്ചിട്ടുണ്ട്. ഉപകാരപ്പെട്ടിട്ടില്ല ഇന്ന് വരെ. ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് പ്രീക്കാനയ്ക്ക് കൂടിയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കല്യാണ പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോഴും ഞാൻ പറയായിരുന്നു ഇത് പള്ളിയിൽ നിന്ന് കിട്ടില്ല, ഇനിയും ഡിലേ ആവും, ലേറ്റ് ആക്കിക്കോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കണ്ട, കുറച്ചധികം സമയം എടുക്കുമെന്ന് ഞാനും പറഞ്ഞു. അപ്പോഴൊന്നും ഡോൺ ചേട്ടന് കത്തിയില്ല കേട്ടാ. പിന്നെ ഇവരുടെ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞു നമുക്ക് സിവിൽ കോർട്ടിൽ നിന്ന് കിട്ടിയാലും പള്ളി കോർട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോൺ ചേട്ടൻ പറഞ്ഞു നീ പറഞ്ഞപ്പോ ഞാൻ അത്രയും കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ബന്ധുവിന് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഹേർട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും കാര്യത്തിന്റെ സീരിയസ്നെസ് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലായിരുന്നു. ഡോൺ ചേട്ടനും ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ വക്കീല് തന്നെ പറഞ്ഞപ്പം പിന്നെ വേറെ ഓപ്ഷനിലപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ എന്തിട്ട് ചെയ്യേണ്ടത്, കിട്ടാൻ എന്തായാലും ലേറ്റ് ആവുമെന്ന് എനിക്കും അറിയാം, അപ്പൊ അവർക്കും മനസ്സിലാവും. ഞാൻ രജിസ്റ്റർ മാരേജ് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതാണെങ്കിലും കല്യാണം എന്നുള്ളൊരു സംഭവം വന്നാൽ പിന്നെ ഏതാണെങ്കിലും ഇത് നമുക്ക് വലിയ ഡിവോഴ്സ് കിട്ടുമ്പോൾ നമുക്ക് പള്ളിയിലെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തി. പിന്നെ അങ്ങോട്ട് ആഘോഷത്തിന് ദിവസങ്ങളാ. നമ്മൾ ഓരോന്നും ഞാൻ എന്റെ സൈഡിൽ നിന്നുള്ളത് അപ്പോ സത്യം പറഞ്ഞ എന്റെ പ്ലാൻ അനുസരിച്ച് ഒന്നെങ്കിൽ കോട്ടയത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ടൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇവിടെ പിറ്റേ ദിവസം ഫംഗ്ഷൻ നടത്തുക. അങ്ങനെ ഒരു പ്ലാനിൽ നമ്മൾ ആദ്യം എത്തി. രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് തീരുമാനിച്ചപ്പം നമ്മള് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് ഒരു ഹാളിൽ പരിപാടി നടത്തുന്നു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഇറക്കി കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ഇതായിട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് സാരി പോയി നർമ്മദയെന്നാണോ ഷീമാട്ടിന്നാണോ എടുത്തത്, ഒരു സാരിയൊക്കെ വാങ്ങിച്ചു, തയ്ക്കാനൊക്കെ കൊടുത്തു, കുറെ ഡ്രസ്സുകളൊക്കെ എടുത്ത് തയ്ക്കാൻ കൊടുത്തു, ചുരിദാറുകളൊക്കെ എടുത്ത് തയ്ക്കാൻ കൊടുത്തു. അപ്പോ ഇവിടുന്ന് എനിക്ക് സാരിയും കൊണ്ട് അങ്ങോട്ട് വന്നു. അപ്പൊ ഡോൺ ചേട്ടന് വാങ്ങിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു ഇഷ്ടമുള്ളത് വാങ്ങിച്ചു മോനെ കൊണ്ട് അമ്മ പൈസ കൊടുത്തു വിട്ടു കേട്ടോ. കാരണം എന്താ ടേസ്റ്റ് പക്ഷെ അത് വാങ്ങിക്കാനൊന്നും സമ്മതിച്ചില്ല. പക്ഷെ അമ്മ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്ത് എന്ന് വെച്ച് സ്ത്രീധനം ഒന്നും അല്ല കേട്ടോ, ഡ്രസ്സ് വാങ്ങിക്കാൻ മാത്രമേ എനിക്ക് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പൊ ഇതൊരു വാർത്തയാക്കണ്ട കേട്ടോ. വാർത്തയാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു വാർത്തയാക്കണ്ട.
അങ്ങനെ അമ്മയ്ക്ക് അതൊരു ഇതായിരുന്നു, ഒന്നും കൊടുക്കാതെ എന്താ നമ്മൾ ഒരു ഡ്രസ്സെങ്കിലും വാങ്ങിക്കണ്ടേ അതിങ്ങനെ പറഞ്ഞിട്ട് അമ്മ, ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യരുത്, അവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, എനിക്കൊരു ഇതിന്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, എനിക്കുള്ളതെല്ലാം വാങ്ങിച്ച് പെട്ടിയിലാക്കി വെച്ച് തന്നു കേട്ടോ. അപ്പൊ ഹോളുകൾ പതുക്കെ ഞാനും അപ്പയും ആന്റിയും കൂടെ പോയി നോക്കാൻ പോയി. അങ്ങനെ നമ്മള് മണ്ണാട് കവലയിൽ ആ സമയത്താണ് ഏതായിരുന്നു മെർലിനിൽ പോയി നോക്കി. പിന്നെ വേറെ ഏതാ, അതാണ് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞത്. കാരണം മണ്ടാട് തന്നെയാണ്. അമല ഏജൻസി പോയി സംസാരിച്ചു, മായാസിൽ പോയിട്ട് ബുക്ക് ചെയ്തു മേക്കപ്പിനുള്ളതൊക്കെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വെഡിങ് എന്നുണ്ടെങ്കിൽ ഒരുങ്ങുമ്പോ മായാസിൽ പോയി ഒരുങ്ങണം എന്നുള്ളത്. കാരണം കോട്ടയംകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും മായാസ് ഒരു സംഭവം തന്നെ, ക്രിസ്ത്യൻ ബ്രൈഡ്സിന്റെ മെയിൻ സംഭവമാണ്. നമ്മുടെ ശാസ്ത്രൂളിലാണ് അതിന്റെ ഇത് വരുന്നത്. അങ്ങനെ എല്ലാം ചെയ്തു. ഇവിടെ അപ്പുറത്തെ പറമ്പിലെല്ലാം സെറ്റാക്കി കല്യാണം ഒക്കെ ചെയ്തു. അപ്പോഴാണ് അത് ഞങ്ങളെ തേടിയെത്തിയത്, കൊറോണ. പിന്നെ ഒന്നും നടന്നില്ല. പിന്നെ നമ്മളെ പ്ലാനുകൾ അപ്പാടെ മാറ്റി. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു നോട്ടറിയെ കൊണ്ട്, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ, നോട്ടറി അല്ലെന്ന് തോന്നുന്നു, ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ഇടിപ്പിക്കുന്നത്, അതിനായിട്ട് ഞാനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും മാത്രമേ വന്നുള്ളൂ, കാരണം എന്റെ ഒരു ഒപ്പ് മതിയല്ലോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കമ്മീഷണർ ഓഫീസിൽ പോയി എല്ലാം ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ പോയി, പതിപോലെ വീട്ടിൽ പോയി. പിന്നെ പ്ലാനുകളെല്ലാം മാറി. കൊറോണ വന്നു, എല്ലാം തകിട് പൊടിയായി. അപ്പോ ഹോട്ടല് ഫങ്ഷൻസ് ഇതൊന്നുമില്ല. അപ്പൊ നമ്മള് ബുക്ക് ചെയ്ത എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം ഓരോ ദിവസം ചെല്ലും തോറും ഇന്ന് ഇത്ര ദിവസം ലോക്ക്ഡൌൺ, ഇത്ര ദിവസം ലോക്ക്ഡൌൺ എന്നായി. അങ്ങനെ നീണ്ടു ഒരു 1.5-2 മാസം അങ്ങനെയും പോയി. അപ്പോ പിന്നെന്ത് തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ വീട്ടുകാർ മാത്രം കൂടിയിട്ട് പോയിട്ട് ഒപ്പിട്ടിട്ട് വരാം. അപ്പൊ ഞാൻ ചങ്ങനാശ്ശേരിയിൽ എല്ലാവരോടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, കാര്യം നടക്കണ്ട, ഇത് എല്ലാം കാലെടുത്ത് വെച്ചിട്ട് ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ഒരു വർഷം കഴിയട്ടെ, എന്ന് കൊറോണ പോയിട്ട് കല്യാണം കഴിക്കാറാന്നുള്ള അവര് തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് വീണ്ടും സ്പോട്ട് മാറ്റി തൃശ്ശൂര് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഇതിൽ വന്നിട്ട് ഇവിടെ കൊടുത്തു. പിന്നെ ഇവിടെ നമ്മളെ വീട്ടില് നമ്മള് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് നമ്മൾ മാത്രം കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരെന്നെ ആക്കിയിട്ട് പോയി. ഭയങ്കര എല്ലാവരും എന്റെ പുറകെ കണക്കായിരുന്നു ഇവിടെ ഉള്ളവര്. ഞാനിപ്പൊ കരയും. പക്ഷെ ഞാൻ കരയില്ല എന്ന് നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കരയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അപ്പൊ തോന്നി. പക്ഷെ എന്നെ ഡെലിവറി കഴിഞ്ഞ് വിട്ടിട്ട് പോയപ്പോ ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ രാത്രി നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഒരു ഡിന്നറൊക്കെ കൊടുത്ത്, ഡോൺ ചേട്ടന്റെ ഫ്രണ്ട്സിന്, ഫാമിലി ആയിട്ട് ഞാൻ അന്നാണ് കാണുന്നത് ഇവരെല്ലാരെയും. പിന്നെ എല്ലാവരുമായിട്ട് സെറ്റായി. അന്നൊരു എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യമായിട്ട് ഇവിടുന്ന് പോകുന്നത് ഒരു മരിച്ചിടത്താണ് കേട്ടോ. ശിവ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടാണ് നമ്മൾ പോണത്. എനിക്കിതൊക്കെ എന്തോരം സംഭവങ്ങൾ കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്കാണ് ഈ ഞങ്ങളുടെ കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ് ഈ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിട്ട് വന്നത്. അവിടെ തൊട്ട് തുടങ്ങി ന്യൂസും കാര്യങ്ങളും. എന്റെ ഫേസ്ബുക്കിൽ നിന്ന് തപ്പലായി, ഫോട്ടോസ് കുത്തിപ്പൊക്കലായി. എന്റെ ഈശോ, എനിക്ക് ഓർക്കാൻ വയ്യ ദിവസങ്ങളൊന്നും. കരഞ്ഞ് എന്റെ ജീവിതം തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ ഓർത്ത് ദൈവമേ, ഒരു നോട്ടീസ് വെച്ച് എന്തൊക്കെ കഥകൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോഴും റീസെന്റ് ഞാനൊരു മെട്രോ മാറ്റിനി എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ കണ്ടു. ഇന്നയാളുടെ ശാപമാണോ, ഞാൻ പറഞ്ഞത് തന്നെ അതിനകത്ത് വായിച്ചു തുപ്പിയേക്കാണ്. പക്ഷെ ടൈറ്റില് ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ ഇട്ടു. ഞാൻ പറ്റിയ സ്ക്രീൻഷോട്ട് ഇതിൽ കാണിക്കാട്ടോ. എന്ത് തേങ്ങ കിട്ടാനാന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ആകെ നല്ലത് ഇട്ടിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസുകാരാണ് കേട്ടോ. ഡിവൈനും ഡോണും ദാമ്പത്യത്തിന്റെ 4ാമത്തെ വർഷത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട്. നന്ദി ഉണ്ടെന്ന് പറഞ്ഞാൽ നന്ദിയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് എന്റെ വക. ഇതാണ് ഞങ്ങളുടെ ഒരു ട്രാജഡി സ്റ്റോറി. ട്രാജഡി ഒന്നും ഇല്ല, എന്നാലും ഈ ഒരു കുറേ സമയങ്ങളുണ്ട് റിലേറ്റീവ്സിന്റെ ഫ്രണ്ടില്, അല്ലെങ്കിൽ അവരുടെ കുത്തുപാടുകൾ കാര്യങ്ങളും. ഇഷ്ടമില്ലാത്തവർ നമ്മളെ കുത്താണല്ലോ ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് ചെയ്തു, ഇത് ചെയ്തില്ല. സമനൊക്കെ എപ്പോഴും വിളിച്ചു ചോദിക്കും, മെഡിസിനും ഒക്കെ വിളിച്ചു ചോദിക്കും, അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ, അത് പാക്ക് ചെയ്തു, അതെവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഫുഡൊക്കെ എവിടെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒക്കെ ചോദിച്ചു. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞവര് നമ്മളെ കുത്തി കൊല്ലാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരെ ഇരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിപ്പോ എല്ലാരുമായിട്ടും ഇങ്ങനെ എന്താ പറഞ്ഞ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം എനിക്കുണ്ട്.
എനിവേ കല്യാണം കഴിഞ്ഞു, 2 മക്കളെ കിട്ടി, ബന്ധുക്കളുമായിട്ടിരിക്കുന്നു. അതാണ് ഇതിലെ മോസ്റ്റ് സംഭവം കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പെണ്ണ് കാണലും അതുപോലെ തന്നെ ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഉറപ്പിക്കലിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ അവർ ഫിക്സേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് എടുത്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ജേണി നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്റെ പെന്നാണ് കേട്ടോ തപ്പണത്, കാണുന്നില്ല. ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോ എനിക്ക് എന്തോ അത് പറയണമെന്ന് തോന്നിട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇഷ്ടമായില്ലെങ്കിൽ കാണണ്ട എന്ന് ഞാൻ പറയും. പിന്നെ ന്യൂസ് ആക്കാൻ പോണവര് വളരെ ന്യൂസ് ആക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് കുറച്ചൊക്കെ മയത്തിലിടണം എന്ന് എന്റെ ഒരു ആവശ്യമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ അത് പൊക്കി പിടിച്ചൊരു ന്യൂസ് ആക്കും, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പക്ഷെ ഇടുന്ന തമ്മിലും ടൈറ്റിലും ഒന്ന് മാറ്റി പിടിക്കണേ എന്നുള്ള എന്റെ അഭ്യർത്ഥനയുള്ളൂ. ന്യൂസ് ആക്കിക്കും, നിങ്ങൾക്കും വരുമാനം കിട്ടേണ്ടതല്ലേ, പക്ഷെ ഒരു മയത്തിലാവാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. കേട്ടാനീതാനോ നിറമെല്ലാം നീതാനോ தினம் நீ தூங்கும் வரதாயே வாழ்க்கையே விடிஞ்சுவோம் பேச்சொலி கேட்டாதா எடுப்பை மூச்சையே உன்னை சுமக்கிற வரவா மேலே நிழல் வந்து விழுமா നവരംഗ സന്ധ്യയിൽ